ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് സ്വാഗതം. ഇവിടെ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 34-ാം വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചാണ്. അതിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയുമുണ്ട്. ആ വാക്യം ആദ്യമായി ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ, ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്നും പോയി. ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപഗസ്ഥാനിയായ ദിയോനുസിയോസും ദമരീസ് എന്നു പേരുള്ള ഒരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് AD 55 പുരാതന ഗ്രീസിന്റെ തലസ്ഥാനമായിരുന്ന അഥേനയിൽ ഒരു സുവിശേഷ പ്രസംഗം നടത്തുകയുണ്ടായി. ആ സുവിശേഷ പ്രസംഗം കേട്ട് വിശ്വസിച്ച് വന്നവരായ ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് പ്രസ്താവിച്ചിരിക്കുന്നത്. അവരിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയുമുണ്ട്. മറ്റുള്ളവരുടെ പേരുകൾ അവിടെ പ്രസ്താവിച്ചിട്ടില്ല. പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഈ ദിയോനുസിയോസും ദമരീസ് എന്ന് പറഞ്ഞിരിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ആരാണി ദിയോനോസിയോസ്? അത് മലയാളത്തിൽ വായിക്കുവാൻ അല്പം പ്രയാസമാണ്. ഗ്രീക്ക് വാക്ക് അങ്ങനെ തന്നെ മലയാളീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ദിയോനുസിയോസ് എന്ന് വായിക്കാൻ പ്രയാസം. ഇംഗ്ലീഷിൽ ഡയോന്യഷ്യസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ പേര് ദമരീസ് എന്നാണ്. അതൊരു സ്ത്രീയുടെ പേരാണ്. ഈ സ്ത്രീയും പുരുഷനും ആരാണ്? അതാണ് നമ്മുടെ മുഖ്യ ചിന്താവിഷയം. അതിലേക്ക് നാം വരുന്നതിന് മുൻപായി ഈ പുരുഷനും സ്ത്രീയും ആരാണ് എന്ന് വിശദീകരിക്കുന്നതിന് മുൻപായി ഇതിന്റെ പശ്ചാത്തലം ലഘുവായി വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് താൻ ഏഥൻസിൽ ചെല്ലുന്നത്. അതായത് ഇന്നത്തെ ഗ്രീസിന്റെ തലസ്ഥാനമാണ് ഏഥൻസ് എന്നറിയപ്പെടുന്നത്. പുരാതന നാമം അഥേന എന്നായിരുന്നു. അഥേന എന്ന പേരുണ്ടായത് അദീന എന്ന ഗ്രീക്ക് ദേവതയിൽ നിന്നാണ്. ജ്ഞാനത്തിന്റെ ദേവത എന്നാണ് അദീന എന്ന പേരിന്റെ അർത്ഥം. അപ്പൊ ജ്ഞാനത്തിന്റെ ദേവതയായ അദീനയിൽ നിന്നാണ് അഥേന എന്ന പേര് ഉണ്ടായത്. പ്രാചീന ഗ്രീസിന്റെ തലസ്ഥാനമായിരുന്നു അഥേന. അവിടെ പൗലോസ് ബെരോവയിൽ നിന്നാണ് പൗലോസ് അഥേനയിൽ എത്തുന്നത്. ബെരോവയിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ കടലിലൂടെ സഞ്ചരിച്ചാണ് പൗലോസ് അഥേനയിൽ എത്തിയത്. അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷ പ്രഘോഷണ യാത്രയിലെ ഏറ്റവും സുപ്രധാനമായതും വളരെ വെല്ലുവിളികൾ നിറഞ്ഞതും വളരെ അർത്ഥവത്തായതുമായ ഒരു സുവിശേഷ പ്രഘോഷണമായിരുന്നു അഥേനയിൽ നടന്നത്. അഥേനയിലെ അരയോപക കുന്നിൽ വെച്ച് നടന്നതായ സുവിശേഷ പ്രഘോഷണം. അവിടെ ഈ അരയോപക കുന്നിൽ വിജ്ഞാനികളായിരുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തത്വജ്ഞാനികൾ, കലാകാരന്മാര്, നാടകകൃത്തുകൾ, താർക്കികന്മാര്, ചിത്രകാരന്മാര്, ഇങ്ങനെയുള്ള ആളുകൾ അഥേനയിൽ ഉണ്ടായിരുന്നു. കൂടാതെ അഥേനയൻ കോടതി, പുരാതന അഥീനയൻ കോടതി കൂടിയിരുന്നത് ഈ അരയോപക കുന്നിലായിരുന്നു. അതുകൊണ്ട് അവിടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അഭിഭാഷകര്, ജഡ്ജിമാര്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും ഈ അഥേനയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഥേന എന്ന് പറഞ്ഞ സ്ഥലം വളരെ വിജ്ഞാനപ്രദമായ വലിയ ജ്ഞാനികൾ, വിദ്യാസമ്പന്നന്മാർ ഒക്കെയും കുടിയേറി പാർത്തിരുന്നതായ വലിയൊരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലായിരുന്നു പൗലോസിന്റെ ഈ സുവിശേഷ പ്രസംഗം. അത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. താർക്കികന്മാരും ജ്ഞാനികളും തത്വജ്ഞാനികളും ഫിലോസഫർമാരും ഉണ്ടായിരുന്ന
ഈ സ്ഥലത്ത് സുവിശേഷ പ്രഘോഷണം ഒരു വലിയ വെല്ലുവിളിയായി തീർന്നു. എന്നാൽ പൗലോസിന്റെ ജ്ഞാനവും ദൈവം പൗലോസിന് ഉപയോഗിച്ചതുമായ വിധം വളരെ വ്യക്തമാണ് അവിടെ. അങ്ങനെ പൗലോസിന്റെ ഈ പ്രസംഗം കേട്ടതായ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ 3 പ്രതികരണമാണ് ഈ പ്രസംഗത്തിന്റെ ഒടുവിൽ ഉണ്ടായത്. അതിൽ ഒരു കൂട്ടം ആളുകൾ പൗലോസിന്റെ പ്രസംഗത്തെ പുച്ഛിച്ച് തള്ളി പരിഹസിച്ച് അവരതിനെ തള്ളിക്കളഞ്ഞു. മറ്റൊരു കൂട്ടം ആളുകൾ പറഞ്ഞു, നിന്റെ ഈ പ്രസംഗം ഞങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം, ഞങ്ങൾക്ക് നിന്റെ പ്രസംഗത്തിലെ ചിലതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്, ചിലതിനോട് വിയോജിപ്പുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഒന്നുകൂടി നിന്റെ പ്രസംഗം കേട്ടതിന് ശേഷം ഞങ്ങൾ നിന്റെ ആശയത്തെ സ്വീകരിക്കണമോ തള്ളണമോ കൊള്ളണമോ എന്ന് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് അവർ മാറുകയാണ് ഉണ്ടായത്. വേറൊരു കൂട്ടം ആളുകൾ പൗലോസ് പ്രസംഗിച്ച ആ സുവിശേഷം ഏറ്റെടുത്ത് വിശ്വസിച്ച് പൗലോസിനോട് കൂടെ അവർ ചേർന്നു എന്നാണ് നാം അപ്പോസ്തല പ്രവൃത്തികൾ 34 വാക്യത്തിൽ 17 അധ്യായത്തിന് 34 വാക്യത്തിൽ വായിച്ചത്. അപ്പോൾ ഈ വിശ്വസിച്ച് വന്നവരിലെ ആളുകളുടെ 2 പേരുകളാണല്ലോ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഇവര് ആരായിരുന്നു എന്ന് നമുക്ക് ഇവിടെ വിചിന്തനം ചെയ്യാം. ഈ അഥേനയിൽ പൗലോസിന്റെ പ്രസംഗം മറ്റു പല സ്ഥലങ്ങളിലും പൗലോസ് പ്രസംഗിച്ചിട്ടുണ്ട്. അതേപോലെയുള്ളതായ ഒരു പ്രസംഗമായിരുന്നില്ല പൗലോസിൻ്റെത്. അരയോപക കുന്ന് എന്ന് പറഞ്ഞാൽ അതൊരു പാറയാണ്. പുരാതന ഗ്രീസിലുണ്ടായിരുന്ന ഒരു കുന്നിനെയാണ്, പാറ നിറഞ്ഞ ഒരു പ്രദേശത്തെയാണ് അരയോപക കുന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. പുരാതന അഥീനിയൻ കോടതി ഇവിടെയായിരുന്നു കൂടി വന്നിരുന്നത്. കൂടാതെ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ മുതലായ ആ തത്വജ്ഞാനികൾ, അതുപോലെ എപ്പിക്കൂരിയർ, സ്റ്റോയിക്കർ മുതലായ തത്വചിന്തകന്മാർ വന്ന് ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തിയതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കലാകാരന്മാര്, കവികള്, ചിത്രകാരന്മാര്, താർക്കികന്മാര്, ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ആശയങ്ങളും അവരുടെ പ്രഭാഷണങ്ങളും ഇവിടെ കൂടെ ഈ വേദിയിൽ വന്ന് നടത്താറുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രഭാഷണം കേൾക്കുവാൻ ധാരാളം ആളുകളും അവിടെ തടിച്ചുകൂടുക പതിവായിരുന്നു. അങ്ങനെ വളരെ കലാപരമായിട്ടും വിജ്ഞാനപ്രദമായും ഉള്ള ഒരു പ്രദേശമായിരുന്നു അഥേനയിലെ അരയോപക കുന്ന് എന്ന ആ പ്രദേശം. അവിടെ പൗലോസ് തൻ്റെ പ്രസംഗം തുടങ്ങുമ്പോൾ പൗലോസിൻ്റെ പ്രസംഗത്തിൽ പ്രധാനമായും ചില സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന വിഷയം, 2 പുനരുദ്ധാനം എന്ന വിഷയം, 3 ന്യായവിധി, 4 മാനസാന്തരം. ഇത്രയും പോയിന്റുകൾ പൗലോസ് തന്റെ പ്രസംഗത്തിൽ ഊന്നി പറയുകയുണ്ടായി. അപ്പോൾ ഈ ആശയങ്ങളെല്ലാം അവിടെയുള്ള ആളുകൾക്ക് ഒരു പുതുമയുള്ളതായിട്ട് തോന്നി, നവീന ആശയമായിട്ടാണ് അവർക്ക് തോന്നിയത്. എന്താണ് പുനരുദ്ധാനം, എന്താണ് ന്യായവിധി, ഈ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് എന്താണ് എന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. യേശു ഒരു വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലായി, പക്ഷെ യേശു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ അവതാരം എടുത്തു എന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. പൗലോസിന്റെ ഈ പ്രസംഗം, ഈ സബ്ജക്റ്റുകൾ, ഈ വിഷയങ്ങൾ പൗലോസ് വളരെ വിശദമായ നിലയിൽ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. അവരുടെ ദൈവവിശ്വാസത്തെ, അവരുടെ കവിവരന്മാരുടെ, അവരുടെ സാഹിത്യകാരന്മാരെ, അവരുടെ തത്വജ്ഞാനികളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഒരു നീണ്ട പ്രഭാഷണമായിരുന്നു പൗലോസ് ഇവിടെ നടത്തിയത്. മറ്റുള്ള എല്ലാ പ്രസംഗത്തേക്കാൾ വളരെ ഗംഭീരവും ഘനഗംഭീരവും വളരെ ചിന്തനീയമായ ഒരു പ്രസംഗമാണ് ഇവിടെ പൗലോസ് നടത്തിയത്. അപ്പോൾ അവിടെ ചില തത്വജ്ഞാനികളുണ്ടായിരുന്നു. ആ തത്വജ്ഞാനികൾക്കും കൂടി അറിവുണ്ടാകുവാൻ, അല്ലെങ്കിൽ അവരുടെ തത്വജ്ഞാനത്തെ ഖണ്ഡിക്കുന്നതായ, മറികടക്കുന്നതായ ഒരു പ്രസംഗം കൂടിയായിരുന്നു പൗലോസ് അവിടെ നടത്തിയിരുന്നത്. ഇവിടെ സോക്രട്ടീസിനും അരിസ്റ്റോട്ടിലിനും പ്ലേറ്റോയ്ക്കും ശേഷം പൗലോസിന്റെ കാലഘട്ടമായപ്പോഴേക്കും, അതായത് ഏകദേശം ഒരു BC 3-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ വളരെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നിരുന്ന തത്വജ്ഞാനം അത് എപ്പിക്കൂരിയരുടെയും സ്റ്റോയിക്കരുടെയും ആയിരുന്നു. അപ്പോൾ ഈ തത്വജ്ഞാനത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ ശിഷ്യന്മാർ ആ തത്വജ്ഞാനം ഇവിടെ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പൗലോസ് അവിടെ സുവിശേഷവുമായി കടന്നു ചെന്നത്.
എന്നാൽ ഈ തത്വജ്ഞാനികളിൽ ചിലർ പൗലോസിനോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തു എന്ന് നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ ഈ 17 മുതൽ ആണ് പൗലോസിന്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള വിവരണം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പ്രസംഗം കേട്ടപ്പോൾ ചിലർ പറഞ്ഞു ഇവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും കുറിച്ച് പ്രസംഗിക്കുന്ന ഒരാളാണ്. വേറെ ചിലർ പറഞ്ഞു ഇവൻ അന്യ ദൈവങ്ങളെ പ്രസംഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു ഈ വിടുവായൻ, ഈ ബാബ്ലർ എന്താണോ പറയുന്നത് അത് ഞങ്ങൾക്ക് വ്യക്തമാവുന്നില്ല. എന്തായിരുന്നാലും നിന്റെ ആ ആർഗ്യുമെന്റുകൾ, നിന്റെ ആശയങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാനും പറഞ്ഞുകൊണ്ടാണ് പൗലോസിനെ പിടിച്ച് അരയോപക കുന്നിന്റെ മുകളിൽ കയറ്റി നിർത്തുകയും പൗലോസ് തന്റെ ആശയം അവിടെ പ്രസംഗിക്കുകയും ചെയ്തത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എപ്പിക്കൂര്യരിലും സ്റ്റോയിക്കരിലും ചില ആളുകൾ അവനോട് തർക്കിച്ചു വാദിച്ചു എന്ന് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. 17-ാം വാക്യം മുതൽ അപ്പോസ്തല പ്രവൃത്തി 17-ാം വാക്യം, 17-ാം അധ്യായം 17-ാം വാക്യം മുതലാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ആരാണ് ഈ എപ്പിക്കൂര്യര്, ആരാണ് സ്റ്റോയിക്കര് എന്ന് ചെറിയൊരു വിവരണം തന്നതിന് ശേഷം, അല്ലെങ്കിൽ ചിന്തിച്ചതിന് ശേഷം നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഈ ക്രിസ്ത്യാനികളായി തീർന്ന ഈ രണ്ട് വ്യക്തികൾ, ഈ സ്ത്രീയും പുരുഷനും ആരാണ് എന്നിവിടെ വിശദീകരിക്കാം. എപ്പിക്കൂരിയനിസം എന്ന് പറഞ്ഞ ഒരു തത്വശാസ്ത്രം, ഒരു ഫിലോസഫി, ആ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പൗലോസിനോട് വാദിച്ചത്. നാം മലയാള ബൈബിളിൽ അത് വായിക്കുമ്പോൾ എപ്പിക്കൂര്യർ എന്ന് പറഞ്ഞ ആളാണ് പൗലോസിനോട് വാദിക്കുകയും തർക്കിക്കുകയും ചെയ്തതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അതല്ല, അങ്ങനെയല്ല. അത് എപ്പിക്കൂര്യർ എന്ന് പറഞ്ഞ ആള് പൗലോസ് ജനിക്കുന്നതിന് മുൻപ് ജനിച്ച് മരിച്ച് പോയ ആളാണ് എപ്പിക്കൂര്യർ. അഥവാ യേശുക്രിസ്തു ജനിക്കുന്നതിനും മുൻപ് തന്നെ ഈ ലോകത്തിൽ ജനിച്ച് മരണപ്പെട്ടു പോയ ആളാണ്, ഒരു തത്വജ്ഞാനിയായിരുന്ന എപ്പിക്കൂര്യർ. അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം ഇവിടെ തരുവാൻ ആഗ്രഹിക്കുകയാണ്. എപ്പിക്കൂരിയനിസം എന്നറിയപ്പെടുന്ന ദാർശനിക വ്യവസ്ഥയുടെ സ്ഥാപകനായ ഗ്രീക്ക് ചിന്തകനായിരുന്നു എപ്പിക്കൂറിയസ്. ഈ പേരിന്റെ അർത്ഥം പങ്കാളി, സഖാവ് എന്നൊക്കെയാണ്. ഇദ്ദേഹത്തിന്റെ ജനനം ക്രിസ്തുവിന് മുൻപ് BC 341 മുതൽ 41 സാമോസ് എന്ന ഒരു ദ്വീപിലായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് BC 341 സാമോസ് എന്ന ഒരു ദ്വീപിലായിരുന്നു എപ്പിക്കൂര്യര് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ മരണം BC 270 ഏതൻസിൽ വച്ചായിരുന്നു. മരിക്കുമ്പോൾ പ്രായം 70 വയസ്സായിരുന്നു. ഇദ്ദേഹം ഒരു ഫിലോസഫി രൂപീകരിച്ച്, അഥവാ ഒരു തത്വശാസ്ത്രം ഇദ്ദേഹം രൂപീകരിച്ച്, ആ തത്വശാസ്ത്രത്തെയാണ് എപ്പിക്കൂരിയനിസം എന്ന് പറയുന്നത്. അദ്ദേഹം 300ഓളം രചനകൾ ചെയ്തിട്ടുണ്ട്. 300-ലധികം തത്വശാസ്ത്രങ്ങൾ അഥവാ ഫിലോസഫി അദ്ദേഹം രചിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ തത്വസമിതി അല്ലെങ്കിൽ ആ ഫിലോസഫി, തത്വശാസ്ത്രം എന്തായിരുന്നു എന്ന് ചുരുക്കമായിട്ട് ഇവിടെ വിവരിക്കാം. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള വഴിയാണ് തത്വചിന്ത എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ശക്തിയുടെയും ഭയമില്ലായ്മയുടെയും വേദനയില്ലായ്മയുടെയും അവസ്ഥകൾ പ്രാപിച്ചു സുഹൃത്തുക്കളോടൊത്ത് സ്വയം പര്യാപ്തതയിലുള്ള ജീവിതമാണ് ഇദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത്. സുഖവും വേദനയുമാണ് നന്മ തിന്മകളുടെ മാനദണ്ഡമെന്നും മരണം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും അന്ത്യമാകയാൽ അതിനെ ഭയപ്പെടേണ്ടെന്നും ദൈവങ്ങൾ മനുഷ്യരെ ശിക്ഷിക്കുകയില്ലെന്നും പ്രപഞ്ചം സമകാല സീമകൾ ഇല്ലാത്തതാണെന്നും ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം ശൂന്യതയിൽ പരമാണുക്കളുടെ ചലനത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെയും ഫലമാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? അദ്ദേഹം ശക്തിയുടെയും ഭയമില്ലായ്മയുടെയും വേദനയില്ലായ്മയുടെയും അവസ്ഥകൾ പ്രാപിച്ച് സുഹൃത്തുക്കളോടൊത്ത് സ്വയം പര്യാപ്തതയിൽ, മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തമായി തൊഴിൽ ചെയ്ത് സ്വയം പര്യാപ്തമുള്ള ഒരു ജീവിതം നയിക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചതും അങ്ങനെയാണ് അദ്ദേഹം പഠിപ്പിച്ചത്. എപ്പിക്കൂരിയൻസ് ഏതൻസിൽ ഒരു വിദ്യാലയം തുടങ്ങിയിരുന്നു. അതിൻ്റെ പേര് ആരാമം എന്നായിരുന്നു.
വിദ്യാലയം സ്ഥിതി ചെയ്തിരുന്നത് ഒരു ഒലിവ് തോട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ വിദ്യാലയത്തിന് ആരാമം എന്ന് പേര് കൊടുത്തത്. ഈ വിദ്യാലയത്തിൻ്റെ കവാടത്തിൽ അദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു വാചകം എഴുതി വച്ചിരുന്നു. ആ വാചകം ഇപ്രകാരമാണ്: യാത്രക്കാരാ, ഇവിടെ തങ്ങിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഇവിടെ ഏറ്റവും വിലമതിക്കപ്പെടുന്നത് സന്തോഷമാണ് എന്നാണ് അദ്ദേഹം എഴുതി വച്ചിരുന്നത്. അതുകൊണ്ട് സന്തോഷത്തിനും സമാധാനത്തിനും അതുപോലെ തന്നെ സൽപ്രവൃത്തികൾക്കും വളരെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു തത്വചിന്തയായിരുന്നു, ഒരു ഫിലോസഫി ആയിരുന്നു എപ്പിക്കൂരിയരുടേത്. അദ്ദേഹം മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മരണം ഞങ്ങൾക്ക് ഒന്നുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് ഗ്രീക്ക് തത്വജ്ഞാനികൾ, ഗ്രീക്ക് ഫിലോസഫി മരണശേഷം ഒരു മനുഷ്യനൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം മരണം ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ എപ്പിക്കൂരിയൻ എന്ന് പറഞ്ഞാൽ, എപ്പിക്കൂരിയനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പൗലോസിനോട് തർക്കിച്ചതും വാദിച്ചതും എപ്പിക്കൂരിയൻസ് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനിയല്ല, അല്ലെങ്കിൽ ഫിലോസഫർ അല്ല, മറിച്ച് ഇദ്ദേഹത്തിൻ്റെ തത്വജ്ഞാനം പിന്തുടർന്നു വന്ന, ഇദ്ദേഹം ആ ഗ്രീസിൽ തുടങ്ങിയിരുന്ന ഒരു വിദ്യാലയമുണ്ടായിരുന്നു. ആ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് പൗലോസിൻ്റെ കാലത്ത് പൗലോസിനോട് തർക്കിക്കുവാനും വാദിക്കുവാനുമായിട്ട് വന്നത്. അപ്പോൾ എപ്പിക്കൂരിയനിസം എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ഒരു കൂട്ടര് സ്റ്റോയിക്കരും അവരുടെ ആളുകളും അവനോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തു എന്നാണ് നാം പുസ്തകത്തിൽ വായിക്കുന്നത്. ആരാണ് ഈ സ്റ്റോയിക്കർ, അല്ലെങ്കിൽ ഈ സ്റ്റോയിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോയിക്കർ അല്ലെങ്കിൽ സ്റ്റോയിനിസം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ പേരല്ല, അതൊരു തത്വശാസ്ത്രത്തിൻ്റെ പേരാണ്, ഒരു ഫിലോസഫിയുടെ പേരാണ് സ്റ്റോയിനിസം എന്നുള്ളത്. ഇത് ഗ്രീക്ക് തത്വചിന്താധാരയാണ്. ഈ സ്റ്റോയിനിസം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് തത്വചിന്താധാരയാണ്. ഇതിൻ്റെ ഉപജ്ഞാതാവ് BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെനോ ഓഫ് സിറ്റിയം എന്ന ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ്. അപ്പോൾ ഈ സ്റ്റോയിസം എന്ന തത്വചിന്ത രൂപപ്പെടുത്തിയെടുത്ത ആളുടെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ പേരാണ് സെനോ ഓഫ് സിറ്റിയം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ സെനോ ഓഫ് സിറ്റിയം എന്ന പേരിനേക്കാൾ സ്റ്റോയിക്ക് അല്ലെങ്കിൽ സ്റ്റോയിനിസം എന്നാണ് അദ്ദേഹം പോലും അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അത്രമാത്രം ഈ ഫിലോസഫിയെ അത്രമാത്രം ആ കാലത്ത് ഈ സ്റ്റോയിനിസം സ്വാധീനിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഫിലോസഫിയുടെ ഒരു രത്നച്ചുരുക്കം ഇവിടെ പ്രസ്താവിക്കാം. മനുഷ്യനെ ശോകത്തിലാഴ്ത്തുന്ന അസൂയ, വിദ്വേഷം, അത്യാഗ്രഹം എന്നീ വികാരങ്ങൾ തെറ്റായ ജീവിത വീക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതാണെന്നും ധാർമ്മികവും ദൈക്ഷണികവുമായ പരിശുദ്ധി നിലനിർത്തുന്ന ഒരു താത്വികൻ എപ്പോഴും ശോക വിമുക്തനായിരിക്കും എന്നും സ്റ്റോയിക്കുകൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. നിയതിവാദവും സ്വതന്ത്ര ഇച്ഛയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു സ്റ്റോയിക്കുകൾ. ജീവിതത്തിൽ സന്തുലിതമായ ഇച്ഛ നിലനിർത്തുന്നത് വഴി താത്വികന് തൻ്റെ ധാർമ്മികവും ദൈക്ഷണികവുമായ പരിശുദ്ധി നിലനിർത്തുവാൻ പറ്റുമെന്ന് സ്റ്റോയിക്കുകൾ വിശ്വസിച്ചിരുന്നു. സ്റ്റോയിക്കുകളുടെ വിശ്വാസമനുസരിച്ച് ഒരു വ്യക്തിയുടെ മാന്യത വിലയിരുത്തേണ്ടത് അയാളുടെ വാക്കുകളിൽ നിന്നല്ല, മറിച്ച് അയാളുടെ പ്രവൃത്തിയിൽ നിന്നാകുന്നു എന്നാണ് സ്റ്റോയിക്ക് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. പ്രധാനമായും ശരിയായ പ്രവൃത്തി കൊണ്ടാണ് ഒരാൾക്ക് ശോക വിമുക്തനാകുവാൻ കഴിയുന്നത് എന്നാണ് സ്റ്റോയിക്ക് തത്വചിന്ത പഠിപ്പിച്ചിരുന്നത്. ആത്മസംയമനവും സദാചാരശുദ്ധിയും സർവ സഹിഷ്ണുതയുമാണ് പരമനന്മയെന്നാണ് ഈ ഗ്രീക്ക് വേദാന്തി വിശ്വസിച്ചിരുന്നത്. സെനോ BC 300-ൽ ഇദ്ദേഹം ഏതൻസിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. സ്റ്റോയിക്ക് തത്വചിന്ത 3ആയി വിഭാവനം ചെയ്യപ്പെട്ട്, അതായത് ഇദ്ദേഹത്തിൻ്റെ തത്വചിന്തയെ ഇദ്ദേഹം 3ആയി വിഭജിച്ച് പഠിപ്പിച്ചിരുന്നു. അതിലൊന്ന് ഭൗതിക ശാസ്ത്രം അഥവാ ഫ്യൂസിക്ക, 2 ലോജിക്ക് അഥവാ ലോകിക, 3 നൈതികത അഥവാ എത്തിക്സ്. സ്റ്റോയിക്ക് തത്വചിന്തയുടെ ഉദ്ദേശ്യം
സദ്ഗുണമുള്ളവരാകുക, അതായത് ജ്ഞാനം നേടുകയും അതുവഴി നല്ല ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ തത്വചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. അപ്പോൾ ഈ സ്റ്റോയിക്കും എപ്പിക്കൂരിയൻസും ആരായിരുന്നു, അവിടെ തത്വചിന്ത എന്തായിരുന്നു എന്ന് ലഘുവായൊരു വിവരണം നമുക്ക് ലഭിച്ചുവല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള തത്വചിന്തയെ പിന്തുടർന്ന് വന്ന എപ്പിക്കൂര്യരുടെയും ഈ സെനോ ഓഫ് സിറ്റിയം എന്ന സ്റ്റോയിക്ക് ചിന്തയുടെയും ഫിലോസഫിയുടെയും അനുയായികളായിരുന്നു പൗലോസിനോട് തർക്കിക്കുവാൻ വാദിക്കുവാൻ വന്നത്. പൗലോസ് തന്റെ പ്രഭാഷണത്തിലൂടെ ഈ രണ്ട് തത്വചിന്തയെയും ഖണ്ഡിക്കുന്നതായ ആ ഫിലോസഫിക്ക് എതിരായി താൻ ക്രിസ്റ്റോളജി ആയിരുന്നു അവിടെ പ്രസംഗിച്ചത്. യേശുക്രിസ്തു എന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം അല്ലെങ്കിൽ ക്രിസ്റ്റോളജി. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. യേശു എന്തിനു വേണ്ടി ലോകത്തിൽ മനുഷ്യാവതാരം എടുത്തു എന്ന് പൗലോസ് വളരെ വ്യക്തമായി അവർക്ക് താൻ അത് വിശദീകരിച്ചു കൊടുത്തു. യേശുക്രിസ്തു പാപം ഇല്ലാത്തവനാണ്, അവനിൽ പാപമില്ല. പാപിയായ മനുഷ്യനെ അവരുടെ പാപത്തിൽ നിന്നും വിടിപ്പിക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. മനുഷ്യനിൽ അങ്കുരിച്ചിരിക്കുന്ന പാപവും പാപ സ്വഭാവവും നിരാശയും അവന്റെ പ്രവൃത്തി ദോഷവും മാറ്റി യഥാർത്ഥ മനുഷ്യനാക്കി അവനെ തീർക്കുന്ന ഏക മാർഗം അത് ക്രിസ്തു മാർഗമാണ്, അത് സുവിശേഷമാണ്. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് യഥാർത്ഥ മനുഷ്യനായി തീരുവാൻ കഴിയുകയുള്ളൂ എന്നും പൗലോസ് പ്രസംഗിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ചു. ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതല്ല, പരിണമിച്ചുണ്ടായതല്ല. ഇതിനൊരു സൃഷ്ടിതാവുണ്ട്, മനുഷ്യർക്കൊരു സൃഷ്ടിതാവുണ്ട്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ആ ദൈവം യേശുക്രിസ്തുവാണ് എന്ന് പൗലോസ് തന്റെ പ്രഭാഷണത്തിലൂടെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണുണ്ടായത്. അങ്ങനെ പൗലോസിന്റെ ഈ നീണ്ട പ്രസംഗം ശ്രദ്ധിച്ച അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ പ്രസംഗത്തിൽ നിന്നും അവര് വിശ്വസിച്ചതായ ഒരു കൂട്ടം ആളുകളായിരുന്നു നാം ഈ വാക്യത്തിൽ വായിച്ചതായ വിശ്വസിച്ച് വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡയോനിഷ്യസും ദമരീസ് എന്ന് പറഞ്ഞ ഒരു പുരുഷനും ഒരു സ്ത്രീയും. അപ്പോൾ പൗലോസിന്റെ ഈ പ്രസംഗം വളരെയധികം ശ്രദ്ധയേറിയ പ്രസംഗമായിരുന്നു. കാരണം ന്യായവിധിയെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച്. ഗ്രീക്കുകാർ പൊതുവെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ഒരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ പുനരുത്ഥാനമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ അവരതിൽ വിശ്വസിച്ചിരുന്നില്ല. അതിന് പൗലോസ് അവിടെ ഉപയോഗിച്ച ഒരു പ്രത്യേക ഗ്രീക്ക് പദമായി. ആ ഗ്രീക്ക് പദം അനാസ്റ്റാസിസ് എന്ന വാക്കാണ് പുനരുത്ഥാനം എന്നതിന് പൗലോസ് ഉപയോഗിച്ചത്. ഈ അനാസ്റ്റാസിസ് എന്ന വാക്ക് ഒരുപക്ഷെ അതൊരു ദേവതയാകാം എന്നാണ് ഗ്രീക്കുകാർ തെറ്റിദ്ധരിച്ചത്. അനാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം, വീണ്ടും ഒരു പുനർജനനത്തെക്കുറിച്ചുള്ളതായ ഒരു വാക്കാണത്, അർത്ഥമാണ്. മനുഷ്യൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പൗലോസ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതുവരെയും ആ ഗ്രീക്ക് ഫിലോസഫിയിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് ഈ അനാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ദേവതയാണെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷെ പൗലോസ് തിരുത്തി, അത് ദേവതയല്ല, മരണശേഷം മനുഷ്യന് ഒരു ഉയർപ്പുണ്ട്. മനുഷ്യൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, പിന്നെ വീണ്ടും മരിക്കും, മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചു എന്ന ഒരു തത്വചിന്ത, ഒരു വിശ്വാസമായിരുന്നു ഗ്രീസിലെ ഉണ്ടായിരുന്ന തത്വജ്ഞാനികൾക്ക്. ഈ തത്വജ്ഞാനം, ഈ ഫിലോസഫി ഈ അഥേനയിൽ മാത്രമല്ല, അഥേനയോട് ചേർന്ന് കിടന്ന കൊരിന്തിലും ഇതിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. പൗലോസ് അഥേനയിൽ നിന്നും പിന്നീട് പോയത് കൊരിന്തിലേക്കാവുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കൊരിന്തിലും ഈ ഫിലോസഫി, ഈ സ്റ്റോയിസവും അതുപോലെ തന്നെ എപ്പിക്കൂരിയനിസവും ഒക്കെ അവരെയും സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് കോരിന്ത ലേഖനത്തിൽ അവരെ വെല്ലുവിളിക്കുകയാണ്. ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ഈ ലോകത്തിന്റെ ജ്ഞാനി എവിടെ? ഈ ലോകത്തിന്റെ ജ്ഞാനി എവിടെ എന്ന് പൗലോസ് അവരെ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ ഈ ലോകത്തിന്റെ താർക്കികനോ ജ്ഞാനിയോ, ഈ ലോകത്തിനെ കുറിച്ച് പറയുന്ന ഏതെങ്കിലും ഒരു താർക്കികനോ ജ്ഞാനിയോ ശാസ്ത്രിയോ വന്നാൽ ഞാൻ അവരോട് തർക്കിക്കാം, ഞാൻ അവരോട് വാദിക്കാം എന്ന് പൗലോസ് പറയാൻ. അപ്പോൾ പൗലോസ് ആ കോരിന്ത ലേഖനത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേക പദമുണ്ട്. ദൈവം ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്നുള്ള ആ വാക്യം കോരിന്ത ലേഖനത്തിൽ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. കോരിന്ത ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് അത് എടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ
പൗലോസ് താർക്കികന്മാരെയും തത്വജ്ഞാനികളെയും ശാസ്ത്രിമാരെയും ഒക്കെ വെല്ലുവിളിക്കുന്നതായിട്ട് നാം കോരിന്ത്യ ലേഖനത്തിൽ കാണുന്നുണ്ട്. കാരണം ഈ സ്റ്റോയിസവും അല്ലെങ്കിൽ എപ്പിക്യൂരിയനിസവും ഒക്കെ കോരിന്ത്യരെയും സ്വാധീനിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളതായ ഒരു മറുപടിയാണ്, ഖണ്ഡനമാണ് പൗലോസ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കും വിജ്ഞാനികളായിരുന്ന ഈ സ്ഥലത്ത് പൗലോസിന്റെ ഈ പ്രഭാഷണം അവരെ ആഴമായി സ്വാധീനിച്ചു. അപ്പോൾ 3 അഭിപ്രായത്തിൽ ഒരു കൂട്ടം ആളുകൾ പൂർണ്ണമായി വിശ്വസിച്ച്, മറ്റൊരു കൂട്ടം ആളുകൾ അതിനെ തള്ളിക്കളഞ്ഞ്, വേറൊരു കൂട്ടം ആളുകൾ പാതി വിശ്വസിച്ച്. നിന്റെ പ്രസംഗം ഇനിയും കേൾക്കാമെന്ന് പറഞ്ഞവർ പോയെങ്കിലും പിന്നീട് പൗലോസ് അവിടെ ചെന്ന് പ്രസംഗിച്ചിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അർത്ഥമനസ്സോടെ പോയവരും പിന്നീട് പൗലോസിന്റെ പ്രഭാഷണത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ക്രിസ്തീയ സഭയുടെ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്ത്യാനികളായി തീർന്നിരിക്കാം എന്നാണ് നമുക്ക് ന്യായമായും ഊഹിക്കാനായിട്ട് കഴിയുന്നത്. പൗലോസിന്റെ പ്രസംഗത്തിലെ പ്രധാന വിഷയമായിരുന്നുള്ള യേശുക്രിസ്തു, പുനരുദ്ധാനം, മാനസാന്തരം, ന്യായവിധി. ഇത് പൗലോസ് വേറെയും ചില സ്ഥലത്ത് പ്രസംഗിച്ചതായിട്ട് നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 24-ാം അധ്യായത്തിന് 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഫേലിക്സിന്റെ മുന്നിൽ പൗലോസിനെ കൊണ്ടുവന്ന്, ഫേലിക്സ് തൻ്റെ യഹൂദ സ്ത്രീയായ ഭാര്യയോടുകൂടെ വന്ന് പൗലോസിന്റെ പ്രഭാഷണം കേൾക്കുവാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പൗലോസ് ഫേലിക്സിന്റെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ പൗലോസിന്റെ പ്രസംഗത്തിലെ ആ വിഷയം ഒന്ന് ന്യായവിധിയെക്കുറിച്ചാണ്, മറ്റൊന്ന് നീതിയെക്കുറിച്ചാണ്, മറ്റൊന്ന് ഇന്ദ്രിയജയം. അപ്പൊ ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി, മാനസാന്തരം, നീതി, ഇതിനെക്കുറിച്ച് പൗലോസ് അവിടെ പ്രസംഗിച്ചു. പൗലോസിന്റെ ഈ പ്രസംഗത്തിലെ വിഷയം ന്യായവിധി, നീതി, ഇന്ദ്രജയം. ഇത് കേട്ടപ്പോൾ ഫേലിക്സ് പരവശനായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഈ പ്രസംഗം ഈ ഫേലിക്സിനെ വല്ലാണ്ട് ഭ്രമിപ്പിച്ചു. അവന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവനത് സ്വീകരിച്ചതായിട്ട് അവിടെ പറയുന്നില്ല. ഇപ്പോൾ നീ പൊയ്ക്കോ, തൽക്കാലം പൊയ്ക്കോ, പിന്നീട് ഞാൻ സൗകര്യം പോലെ നിന്നെ വിളിച്ച് നിന്റെ പ്രഭാഷണം കേൾക്കാമെന്നും പറഞ്ഞ് പൗലോസിനെ പറഞ്ഞയച്ചതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസിന്റെ പ്രസംഗത്തിൽ അവന് ഭയം തെറ്റി. കാരണം അവനൊരു ന്യായാധിപനാണല്ലോ, ഒരു ദേശം ഭരിക്കുന്ന ആളാണല്ലോ ഫേലിക്സ്. അപ്പോൾ ഈ ന്യായാധിപന്മാരുടെ മുൻപിലും ഗവർണർമാരുടെ മുന്നിലും അതുപോലെ തന്നെ പട്ടാള മേലുദ്യോഗസ്ഥന്മാരുടെ മുന്നിലെല്ലാം പൗലോസ് ഈ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചൊക്കെയും പ്രസംഗിച്ചതായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. പൗലോസിന്റെ പ്രസംഗം കേവലം ഒരു പ്രസംഗമായിരുന്നില്ല, വളരെ വിഷയങ്ങൾ അതിലുണ്ടായിരുന്നു. ആഴമേറിയ സബ്ജക്റ്റുകൾ, പോയിന്റുകളായിട്ടാണ് പൗലോസ് പ്രസംഗിച്ചിരുന്നത്. അങ്ങനെ ഈ അരയോപക കുന്നിലെ ഈ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നതായ ഈ 2 വ്യക്തികളെ കുറിച്ചാണ് ഇനി നാം അടുത്തതായിട്ട് ഇവിടെ വിശദീകരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ, ഒരു പുരുഷന്റെ പേരാണ് നാം ചിന്തിച്ചത്, ഡയോനിഷ്യസ് എന്ന പേര്. ഈ ഡയോനിഷ്യസ് ആരായിരുന്നു? ഡയോനിഷ്യസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇദ്ദേഹം പുരാതനമായ അഥേനിയൻ കോടതിയിലെ ഒരു ജുഡീഷ്യൽ കൗൺസിലറായിരുന്നു. അതായത് അവിടുത്തെ കോടതിയിലെ ഒരു ജഡ്ജിയായിരുന്നു. ഒരു മുഖ്യമായ സ്ഥാനം വഹിച്ചിരുന്ന ആ കോടതിയുടെ ഒരു കൗൺസിലർ കൂടിയായിരുന്നു, ഒരു ജഡ്ജിയുമായിരുന്നു. അപ്പോൾ ഈ ജഡ്ജിയായിരിക്കുന്ന ഇദ്ദേഹം ഈ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാനുണ്ടായ കാരണം എന്തായിരുന്നു? അത് പൗലോസിന്റെ പ്രസംഗത്തിലെ ഒരു പ്രധാന മെയിൻ പോയിന്റാണ്. അതായത് വരുവാനുള്ള ന്യായവിധി. പൗലോസ് പറഞ്ഞത് ദൈവം ലോകത്തെ യേശുക്രിസ്തു മുഖാന്തരം നീതിയിൽ ന്യായം വിധിക്കും എന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ ഒരു ന്യായാധിപനായ ഈ ഡയോഷ്യസ് ന്യായവിധി എന്താണ്? നീതിയോടുകൂടെ ന്യായവിധിയാണ്, വെറും ന്യായവിധിയല്ല, നീതിയോടുകൂടെ ലോകത്തെ നീതിയിൽ ദൈവം ന്യായം വിധിക്കും. അപ്പോ നീതി എന്താണ്, ന്യായം എന്താണ്, ന്യായവിധി എന്താണ്, ജഡ്ജ്മെന്റ് എന്താണെന്ന് ഈ ജഡ്ജിക്ക് നല്ലവണ്ണം അറിയാം. ഇദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ജഡ്ജി ആയിരുന്നു എന്നാണ് ചരിത്രത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ന്യായാധിപന്മാരെ കുറിച്ചും ന്യായാധിപന്മാരും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയെയും കാത്തു സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഡയോനിഷ്യസ് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അരയോപക കുന്നിലെ ഒരു താമസക്കാരനായിരുന്നു, അവിടെ തന്നെയായിരുന്നു ഈ അരയോപക കുന്നിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്. അവിടത്തെ താമസക്കാരനായിരുന്നു ഈ ഡയോനിഷ്യസ്. അവിടുത്തെ കോടതിയിലെ ഒരു ജഡ്ജിയും
ന്യായാധിപന്മാരുടെയും നീതി വ്യവസ്ഥയുടെയും സംരക്ഷകനായി ഇദ്ദേഹം ആദരിക്കപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ക്രിസ്ത്യാനിയായി തീർന്ന ശേഷം പുരാതന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും റോമൻ കത്തോലിക്ക സഭയും ഇദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിരുന്നതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഒക്ടോബർ 3 ഇദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായി പൗരസ്ത്യ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും റോമൻ കത്തോലിക്ക സഭയും ഇദ്ദേഹത്തെ ഒരു പുണ്യവാളനായിട്ട് ആദരിച്ച്, അല്ലെങ്കിൽ ഈ ഒക്ടോബർ 3 ഇദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായിട്ട് ആഘോഷിച്ച് വരുന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഈ ജഡ്ജിയായി ഇദ്ദേഹം അരയോപക കുന്നിലെ പൗലോസിന്റെ പ്രസംഗത്തിൽ ആകർഷനായി താൻ ആ സുവിശേഷം കേട്ട് വിശ്വസിച്ച് താൻ രക്ഷിക്കപ്പെട്ട് താൻ ദൈവഭാഗത്ത് വന്നു. അങ്ങനെ ഈ അഥേനയിലെ ആദ്യത്തെ ക്രിസ്തീയ സഭ അങ്ങനെയാണ് രൂപീകൃതമാകുന്നത്. അങ്ങനെ പിൽക്കാലത്ത് ഈ ജഡ്ജിയായിരുന്നു അഥേനയിലെ ദൈവസഭയുടെ ബിഷപ്പ് അല്ലെങ്കിൽ ശുശ്രൂഷകൻ. രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ ചേർന്ന് അവിടെ ഗ്രീസിൽ അഥേനയിൽ ഒരു സഭയുണ്ടായി. ആ സഭയുടെ ശുശ്രൂഷകനായി ഇദ്ദേഹം പിന്നീട് മാറുകയാണ് ഉണ്ടായതെന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം അഥേനയിലെ സഭയുടെ ആദ്യത്തെ ബിഷപ്പായി തീർന്നു. പിന്നീട് ഈ ക്രിസ്തീയ സഭ റോമൻ സാമ്രാജ്യത്തിലും ഗ്രീസിലും അതൊരു മതമായി തീർന്നപ്പോൾ പുരാതന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ഇദ്ദേഹത്തെ ഒരു പുണ്യവാളനായിട്ട് അംഗീകരിച്ചതായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡയോനഷ്യസ് ആരായിരുന്നു എന്ന് വ്യക്തമായല്ലോ. അഥേനിയൻ കോടതിയിലെ ഒരു ജഡ്ജിയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം മാനസാന്തരപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് അടുത്ത് നിന്ന് പലരും പിന്നീട് മാനസാന്തര അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ അർത്ഥ മനസ്സോടെ പോയ ആളുകൾ ഒരുപക്ഷെ ഈ കോടതിയുമായി ബന്ധപ്പെട്ടവരാകാം, അല്ലെങ്കിൽ ഈ തത്വജ്ഞാനവുമായി ബന്ധപ്പെട്ടവരോ കലാകാരന്മാരോ നാടകകൃത്തുക്കളോ ചിത്രകാരന്മാരോ കവികളോ ഒക്കെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. അവർ പിന്നീട് പൗലോസിന്റെ പ്രസംഗത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഡയോന്യഷ്യസ് എന്ന ബൈബിളിൽ പേര് പറഞ്ഞിരിക്കുന്ന അരയോപഗസ്ഥാനിയായ ഡയോന്യഷ്യസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരയോപക കുന്നിലെ താമസക്കാരനായിരുന്ന ഇദ്ദേഹം അഥേനിയൻ കോടതിയിലെ ഒരു ജഡ്ജി ആയിരുന്നു എന്നും ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട ശേഷം പിന്നീട് അഥേനിയൻ സഭയിലെ ബിഷപ്പായി മാറിയെന്ന്, അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്ററായി ശുശ്രൂഷകനായി തീർന്നു എന്നും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. പൗലോസിന്റെ പ്രസംഗത്തിൽ പൗലോസ് അവിടുത്തെ പുരാതന ഗ്രീക്ക് കവികളിൽ ചിലരെ എടുത്ത് ഉദ്ധരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ നാം താഴേക്ക് വായിക്കുമ്പോൾ 28-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ പറഞ്ഞിരിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ സന്താനങ്ങളാണ് എന്നാ പറഞ്ഞിരിക്കുന്നതെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ കവിവരന്മാർ? ഈ കവികൾ ആരാണ്? ഈ കവികളുടെ പേരെന്താണ്? ഈ കവികളെ കുറിച്ച് പഠിച്ചപ്പോൾ 2 കവികളാണിവർ. ഒന്ന് എപ്പിമെനിദസ് എന്നാണ് ഒരു കവിയുടെ പേര്. രണ്ടാമത്തെ ആളുടെ പേര് അരാറ്റസ് എന്നാണ്. അരാറ്റസ് എന്ന കവിയും എപ്പിമെനിദസ് എന്ന് പറഞ്ഞ 2 കവികൾ പുരാതന ഗ്രീക്ക് കവികളാണ്. അവരുടെ കവി ശകലങ്ങളാണ് പൗലോസ് തന്റെ പ്രസംഗത്തിൽ എടുത്ത് ഉദ്ധരിച്ചത്. അപ്പോൾ ഈ ഉദ്ധരണി കേട്ടപ്പോൾ അവർക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകുകയാണ് ചെയ്തത്. കാരണം ഞങ്ങളുടെ ഈ കവിവരന്മാരെ കുറിച്ച് ഇവൻ എങ്ങനെ അറിയാം? പൗലോസിന് എങ്ങനെ അറിയാം? ഈ കവിവരന്മാര് ജീവിച്ചിരുന്നത് പൗലോസ് ജനിക്കുന്നതിന് മുൻപാണ്. BC 272 രചിക്കപ്പെട്ട ഫിനോമിന എന്ന കാവ്യത്തിൽ നിന്നാണ് പൗലോസ് ഈ ഉദ്ധരണി എടുത്ത് ഉപയോഗിച്ചത്. BC 272 രചിക്കപ്പെട്ട ഫിനോമിന എന്ന പുരാതന ഗ്രീക്ക് കാവ്യത്തിൽ നിന്നാണ് പൗലോസ് നിങ്ങളുടെ കവിവരന്മാർ ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ആ കവിശകലം എടുത്ത് ഉദ്ധരിച്ചത് പൗലോസ് ഈ 2 കവികളിൽ നിന്നാണ്. പൗലോസിന് എങ്ങനെയാണ് ഈ കവിതകൾ കിട്ടിയത്? ഒരു പക്ഷേ പൗലോസ് ഒരു ഫിലോസഫർ ആയിരുന്നല്ലോ.
അപ്പോൾ പൗലോസ് അതുമായി ബന്ധപ്പെട്ട് ഗ്രീക്ക് തത്വസംഹിതകളും ഗ്രീക്ക് ഫിലോസഫിയൊക്കെ പൗലോസ് പഠിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഈ കവികളെ കുറിച്ച് പൗലോസിന് അറിവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പൗലോസിന്റെ കൈവശം ഈ കവിതാ സമാഹാരം ഉണ്ടായിരുന്നിരിക്കാം. നാം തീമത്യോസിന്റെ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന എൻ്റെ ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും പുതപ്പും കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഒരു വായനപ്രിയനായിരുന്നു. ധാരാളം പുസ്തകങ്ങൾ പൗലോസ് വായിച്ചിരുന്നു. ചർമ്മലിഖിതം എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണമാണ്. അപ്പം ന്യായപ്രമാണം കൂടാതെ പുരാതന ഗ്രീക്ക് സാഹിത്യകാരന്മാരും ഗ്രീക്ക് കവികളും എഴുതിയതായ ഈ സാഹിത്യവും കവിതകളെല്ലാം പൗലോസിന്റെ കൈവശം ഉണ്ടായിരുന്നിരിക്കണം. പൗലോസ് അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഠനത്തിൽ നിന്നാണ് ഇവർ പോലും മറന്നുപോയതായ ഈ കവികളെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ കവിതാ സമാഹാരത്തിൽ നിന്നും ചില കവിശകലം പൗലോസ് എടുത്ത് ഉദ്ധരിച്ചത്. ഇതെല്ലാം അവിടെ കൂടിയിരുന്നതായ ആ താത്വികന്മാർക്കും സാഹിത്യകാരന്മാർക്കും കവികൾക്കും കൂടുതൽ വിശ്വസനീയം അവരിൽ പൗലോസിൽ ഉണ്ടാകുവാൻ അത് കാരണമായി തീർന്നു. അപ്പൊ പൗലോസ് ഒരു വിടുവായൻ എന്നാണ് അവർ മുമ്പ് പറഞ്ഞത്. പക്ഷേ ഇവൻ വിടുവായനല്ല, ഇവൻ ഒരു ജ്ഞാനിയാണ്, ഫിലോസഫറാണ്, തത്വജ്ഞാനിയാണ് എന്ന് അവർക്ക് തോന്നി. എന്നാൽ പൗലോസിന്റെ ശാസ്ത്രം എന്നുള്ളത് തത്വജ്ഞാനമല്ല, ഫിലോസഫിയല്ല, മറിച്ച് അത് ക്രിസ്റ്റോളജിയാണ്, ക്രിസ്തു ശാസ്ത്രമാണ് പൗലോസ് അവിടെ പ്രസംഗിച്ചത്. അങ്ങനെ ഈ ഗ്രീക്ക് മിത്തോളജിയും അതുപോലെ തന്നെ ഗ്രീക്ക് തത്വജ്ഞാനത്തെ എല്ലാം മറികടക്കുന്നതായ പൗലോസിന്റെ പ്രഭാഷണം അവരിൽ സ്വാധീനം ചെലുത്തി. അവരിൽ പ്രമുഖന്മാരായിരിക്കുന്ന ആളുകളാണ് മുൻപോട്ട് വന്നത്. അവരിൽ തന്നെ അഥേനൻ കോടതിയിലെ ഒരു ജഡ്ജി തന്നെ മുൻപോട്ട് വന്നപ്പോൾ ഒരു ജഡ്ജിക്ക് എവിടെയും എക്കാലത്തും ഏത് സംസ്കാരത്തിൽ വലിയ സ്ഥാനവും ബഹുമാനമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഈ അഥേനൻ കോടതി കൂടിയിരുന്നപ്പോൾ അവിടെ ഈ നരഹത്യയ്ക്കും ഒലൂമരങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നതും കലഹമുണ്ടാക്കുന്ന ആളുകളെയെല്ലാം ന്യായം വിധിച്ചിരുന്നത്, ജഡ്ജ്മെന്റ് ചെയ്തിരുന്നത് പുരാതന അഥേനൻ കോടതിയിലായിരുന്നു. ആ ന്യായവിധിയിലെ ഒരു പങ്കാളി കൂടിയായിരുന്നു ഈ ഡയോനിഷ്യസ് എന്ന് പറഞ്ഞതായ ഈ വ്യക്തി, ഈ ജഡ്ജി. ഇദ്ദേഹം മാനസാന്തരപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ അവരുടെ കാറ്റഗറിയിൽപ്പെട്ടതായ അല്ലെങ്കിൽ ആ ശ്രേണിയിൽപ്പെട്ടതായിരിക്കുന്ന ഉന്നത ശ്രേണിയിലുള്ള പലരും വിശ്വാസത്തിന് അധീനരായി തീർന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. അപ്പോൾ ഈ ഡയോനിഷ്യസ് എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന് മനസ്സിലായല്ലോ. അടുത്തതായി നാം ചിന്തിക്കുന്നത് അവിടെ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീയുടെ പേരാണ് ദമരീസ്. ഈ ദമരീസ് എന്ന് പറഞ്ഞ ഈ സ്ത്രീ ആരാണ്? വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഇവിടെ അല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഈ പേര് പരാമർശിച്ചിട്ടില്ല. ഈ പേരിന് നല്ല അർത്ഥമാണുള്ളത്. ഈ പേരിന്റെ അർത്ഥം പശുക്കിടാവെന്നും കാളക്കുട്ടി എന്നുമാണ് ദമരീസ് എന്ന പേരിന്റെ ഗ്രീക്ക് പേരിന്റെ അർത്ഥം. അപ്പോൾ ഈ സ്ത്രീ ആരായിരിക്കണം? ഈ സ്ത്രീയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലൊന്നും വേറെ എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. അതേന് അരയോപക സ്ഥാനിയായ ഡയോനിഷ്യസും വേറെ ചിലരും വിശ്വസിച്ചു വന്ന കൂട്ടത്തിൽ ആകപ്പാടെ ഒരേ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ ഈ ദമരീസ് എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അവരും വിശ്വസിച്ച് മുൻപോട്ട് വന്നു എന്നുള്ളതാണ്. ഈ അരയോപക കുന്നിൽ കോൺഫറൻസുകൾ നടക്കുമ്പോൾ അത് കോടതി ജുഡീഷ്യറി സംബന്ധമായിരിക്കുന്ന ജുഡീഷ്യൽ കൗൺസിലിംഗ് ആകട്ടെ, സാഹിത്യകാരന്മാരുടെ സമ്മേളനമാകട്ടെ, അല്ലെങ്കിൽ കവി സദസ്സാകട്ടെ, ചിത്രകാരന്മാരുടെ സദസ്സാകട്ടെ, താർക്കികന്മാരുടെ സദസ്സാകട്ടെ, തത്വജ്ഞാനികളുടെ സദസ്സാകട്ടെ, അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതാണ് അവിടുത്തെ രീതി. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ എങ്ങനെ ഈ അരയോപക കുന്നിൽ വന്നു? അതാണ് ചിന്തിക്കേണ്ടത്. ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ 4 അഭിപ്രായങ്ങളാണ് ദമരീസ് എന്ന ഈ സ്ത്രീയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്ത്യാനിയായി തീർന്ന പൗലോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു വന്ന ദമരീസ് എന്ന സ്ത്രീയെക്കുറിച്ച് 4 അഭിപ്രായങ്ങളുണ്ട്. ആ 4 അഭിപ്രായങ്ങൾ എന്താണെന്ന് ഇവിടെ പ്രസ്താവിക്കാം. ഒന്ന്, ഈ സ്ത്രീ ഒരു വിദേശ വനിതയാകാം, അല്ലെങ്കിൽ ഗ്രീസിന് വെളിയിൽ നിന്ന് വന്നതായ ഒരു സ്ത്രീയാകാം. ഒരു ടൂറിസ്റ്റ് എന്ന പോലെ ഈ അരയോപക കുന്ന് അല്ലെങ്കിൽ അതേനെ സന്ദർശിക്കാൻ വന്ന ഒരു സ്ത്രീ ആയിരിക്കാം എന്ന് ഒരു അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം, ഈ സ്ത്രീ ഒരു ഉയർന്ന വേശ്യ സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. കാരണം അങ്ങനെയെങ്കിൽ വേശ്യ സ്ത്രീക്ക് ഈ അഥേനയൻ കോടതി പരിസരത്ത് അരയോപക കുന്നിൽ പ്രവേശിക്കാനായിട്ട് കഴിയുമോ എന്നൊരു ചോദ്യം ഉണ്ടാകാം. കാരണം അവിടെ കൂടിയിരുന്നതായ ചില ആളുകൾ ഈ
വലിയ വലിയ ഉന്നത സ്ഥാനിയായിരുന്ന ചില ആളുകൾക്ക് പരസ്ത്രീ ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ അങ്ങനെ പരസ്ത്രീ ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായ ചില ആളുകൾ ഉന്നത ശ്രേണിയിലുള്ളവരായിരുന്നതുകൊണ്ട് അവരുടെ സ്വാധീനത്താൽ ആയിരിക്കാം ഈ സ്ത്രീ ഈ അരയോപക കുന്നിൽ വന്നതെന്നാണ് ഒരഭിപ്രായമുള്ളത്. മൂന്നാമത്തെ അഭിപ്രായം, ഈ സ്ത്രീ സ്റ്റോയിക്ക് തത്വചിന്തകന്മാരുടെ സംഘത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം സ്റ്റോയിക്ക് തത്വചിന്തകൾ പഠിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരായി തീർന്ന ഒരു സംഘമുണ്ടായിരുന്നു. അതിൽ ചില സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റോയിക്ക് സംഘത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നിരിക്കാം. കാരണം ഈ സെനോ ഓഫ് സിറ്റിയം എന്ന് പറഞ്ഞ ആളാണല്ലോ ഈ സ്റ്റോയിനിസം എന്ന ഈ ഫിലോസഫി രൂപപ്പെടുത്തിയത്. ഇദ്ദേഹം അവിവാഹിതനായിരുന്നു, ഇദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല. പകരമായി ഇദ്ദേഹത്തിനൊരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചിന്താഗതി വിവാഹം കഴിച്ചാൽ അതൊരു വലിയൊരു ബാധ്യതയാകും. ഒരു താത്വികനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഫിലോസഫിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഒരു വിവാഹത്തിന് കഴിയുകയില്ല എന്നാണ് അദ്ദേഹം സിദ്ധാന്തിച്ചിരുന്നത്. എന്നാൽ പകരമായി അദ്ദേഹത്തിനൊരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. ആ വെപ്പാട്ടിയിൽ ഒരു മകനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സെനോ ഓഫ് സിറ്റിയം മരിക്കുമ്പോൾ ഈ മകനെ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ ഏൽപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോയിക്ക് സംഘത്തിൽ ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സംഘത്തിൽപ്പെട്ട ഒരു സ്ത്രീയാകാം. കാരണം ഈ സ്റ്റോയിനിസം പ്രഘോഷിക്കുന്ന ഈ അരയോപക കുന്നിലെ ഈ ഫിലോസഫർമാർ തിങ്ങിപ്പാർത്ത ഈ സ്ഥലത്ത് ആ സംഘത്തിൽപ്പെട്ട ആളുകൾക്കും സ്ത്രീകൾക്കും പ്രവേശിക്കാമല്ലോ, അതിന് പെർമിഷൻ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ആ സംഘത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കാം എന്നാണ് മൂന്നാമത്തെ അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം, ഈ ദമരീസ് എന്ന് പറഞ്ഞ ഈ സ്ത്രീ മുൻപ് നാം പ്രസ്താവിച്ച ഡയോനിഷ്യസ് എന്ന് പറഞ്ഞ ജഡ്ജി, അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ ദമരീസ് എന്നാണ് നാലാമത്തെ അഭിപ്രായം. ഈ നാല് അഭിപ്രായങ്ങളിൽ ഏതാണ് സ്വീകാര്യമായിരിക്കുന്നതെന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. കാരണം അരയോപക കുന്നിൽ സാധാരണ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ ഉന്നതന്മാരായിരിക്കുന്ന ഈ സാഹിത്യകാരന്മാരുടെയോ കലാകാരന്മാരുടെയോ കവികളുടെയോ അല്ലെങ്കിൽ ഈ ജുഡീഷ്യൽ സംഘത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ അബദ്ധസഞ്ചാരത്തിൽ അവരുടെയൊക്കെ ഒരു പങ്കാളിയായിട്ട് അല്ലെങ്കിൽ ഒരു ലേഡി സുഹൃത്തായിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ അരയോപക കുന്നിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആകാം. അതല്ല എങ്കിൽ ഇവരുടെയൊക്കെ ഈ സ്റ്റോയിക്ക് സംഘത്തിൽപ്പെട്ട സ്ത്രീ ആയിരിക്കാം. എന്നാൽ നാലാമത്തെ അഭിപ്രായം നാം പരിശോധിക്കുമ്പോൾ ഡയോനിഷ്യസ് എന്ന് പറഞ്ഞ ജഡ്ജിയുടെ ഭാര്യ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എൻ്റെ പക്ഷം. നിങ്ങളുടെ പക്ഷം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ജഡ്ജി വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും വിശ്വാസത്തിലേക്ക് വന്നു. ജഡ്ജി പോകുന്നിടത്ത് ജഡ്ജിയുടെ ഭാര്യയ്ക്കും പോകാമല്ലോ. കാരണം ജഡ്ജി ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു പക്ഷേ അദ്ദേഹത്തോടൊപ്പം അവിടെ ചെന്നിരിക്കാമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പക്ഷെ ഈ നാല് അഭിപ്രായത്തിൽ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇന്നതാണെന്ന് സ്ഥിരീകരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് അതിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. എന്നാൽ ദമരീസ് എന്ന സ്ത്രീയെക്കുറിച്ചുള്ള നാല് അഭിപ്രായമാണ് ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയായാലും ഈ പേരിന്റെ അർത്ഥം നല്ല പേരാണ്, പശുക്കിടാവ് അല്ലെങ്കിൽ കാളക്കുട്ടി എന്ന്. അപ്പോൾ ഈ പൗലോസിന്റെ പ്രസംഗം കേട്ട് വിശ്വാസത്തിലേക്ക് വന്ന ഈ രണ്ട് വ്യക്തികളായിരിക്കുന്ന ഡയോനിഷ്യസും ദമരീസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെയും പുരുഷനെയും കുറിച്ചുള്ളതായ ഒരു വിശദീകരണമാണ് നാം ഈ സമയം വരെയും ഈ പ്രഭാഷണത്തിൽ കേട്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന പുതിയ പുതിയ വിഷയങ്ങൾ, പുതിയ പുതിയ ചിന്തകൾ, ആരും അധികം എത്തി നോക്കാത്തതായ പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ വിഷയങ്ങളുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സമയം വരെയും ഈ പ്രഭാഷണം ശ്രദ്ധിച്ച എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞതായ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.